കൃപാസന അൽത്താരയ്ക്ക് സാക്ഷിയാക്കി ഉയർത്തെഴുന്നേൽത്ത ഈശോയ്ക്കും കൃപാസന മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ആൻഡോ, എൻ്റെ ഭാര്യ ജൂലിയൻ, മക്കളായ നിയ, കേറ്റ്, ഇമ്മാനുവൽ. ഞങ്ങൾ മുഹമ്മദ് സെൻറ്റ് ജോർജ് ഫൊറോന ചർച്ചയുടെ ഭാഗങ്ങളാണ്. ഞങ്ങൾ അബുദാബിയിലാണ്. ഞങ്ങൾക്ക് 2 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. മൂന്നാമത് ഒരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. 5 വർഷത്തോളം ആയി, പക്ഷേ കുട്ടികളൊന്നും ആയില്ല. വൈഫിൻ്റെ സുഹൃത്തായ സ്വപ്ന എന്ന സിസ്റ്റർ കൃപാസനത്തെ പറ്റി ഞങ്ങളോട് പറഞ്ഞു, അവിടെ പോയി കഴിഞ്ഞാൽ എന്താഗ്രഹവും സാധിച്ചു കിട്ടും. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് വളരെ ദൂരമില്ല, ഇവിടെ അടുത്ത് തന്നെയാണ്, ഒരു 4-5 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസേ ഉള്ളൂ. പക്ഷേ എങ്കിലും ഞങ്ങൾ പലതവണ ഇവിടെ വിസിറ്റ് ചെയ്ത് പോയിട്ടെങ്കിലും, പലതവണ എൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയിട്ടുണ്ടെങ്കിലും ഉടമ്പടി എടുത്തിട്ടില്ല. ആ സിസ്റ്റർ പറഞ്ഞ പ്രകാരം ഞങ്ങൾ നാട്ടിൽ വെക്കേഷന് വന്നപ്പോൾ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ജനുവരി 11, 2025 ഞങ്ങൾ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് കറക്റ്റ് 60 ദിവസം 60 ഡേയ്സ് ആയപ്പോഴേക്കും, അതായത് മാർച്ച് 11-ാം തീയതി, മാർച്ച് 11-ാം തീയതി 2025 വൈഫ് പ്രഗ്നൻ്റ് ആണ് എന്ന് കൺഫേം ചെയ്തു. പിന്നീട് ഞങ്ങൾ പ്രാർത്ഥനയിലും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചുള്ള പ്രാർത്ഥനയും, വ്യഞ്ചരിച്ച വസ്തുക്കൾ, ഉപ്പ്, തേന് എല്ലാം വിശ്വാസ പ്രമാണം ചൊല്ലി ഉപയോഗിച്ചിരുന്നു. അങ്ങനെ മാർച്ച് 11-ന് അത് കൺഫേം ചെയ്തു, പ്രഗ്നൻ്റ് ആണെന്ന് കൺഫേം ചെയ്തു. ഞങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയി. ഞങ്ങൾ നേരത്തെ ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇമ്മാനുവൽ, അടുത്ത കുഞ്ഞിന് ഇമ്മാനുവൽ എന്നൊരു പേര് നൽകണം എന്നൊരാഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞങ്ങൾക്ക് ഈ പേര് വെളിവാക്കി തരണമേ എന്ന്. പക്ഷേ ഞാൻ പറഞ്ഞു, ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ മൊബൈലിൽ ഞങ്ങളുടെ ഒരു പ്രവാസി ഗ്രൂപ്പുണ്ട്, അതിലൊരു മെസ്സേജ് വന്നു, പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തിരിക്കുന്നു, സെക്രട്ടറി ഇമ്മാനുവൽ എന്ന്. പക്ഷേ എനിക്കത് വിശ്വാസമായി. വീണ്ടും 2 ദിവസം കൂടി കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു മെസ്സേജ് വന്നു. വീണ്ടും മെസ്സേജല്ല, ഞാൻ ഡെയിലി ബ്രെഡ് കേട്ടുകൊണ്ടാണ് ഇന്ന് ഓഫീസിലേക്ക് പോകാറുള്ളത്. ഡ്രൈവ് ചെയ്യുമ്പോൾ അത് ഓണാക്കി ഇട്ടേക്കും. പക്ഷേ അത് അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ അത് ഡെയിലി ബ്രെഡ് കഴിഞ്ഞു. അടുത്ത സാക്ഷ്യമായി ഒന്ന് കയറി വന്നത്, ഓട്ടോമാറ്റിക്ക് കയറി വന്നു. ആ വ്യക്തി സ്വയം പരിചയപ്പെടുത്തിയത് പേര് ഇമ്മാനുവൽ എന്ന് തന്നെയാണ്. എൻ്റെ പേര് ഇമ്മാനുവൽ എന്ന് പറഞ്ഞൊരു സാക്ഷ്യം തുടങ്ങിയായിരുന്നു. എനിക്കപ്പോൾ കൺഫേമായി, മാതാവും ഈശോ ഇതിൽ ഇടപെട്ടിരിക്കുന്നു. അങ്ങനെ മുന്നോട്ട് പോയി. കുഴപ്പങ്ങളൊന്നും കൂടാതെ തന്നെ ഞങ്ങൾക്ക്, വൈഫിന് ചെറിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി വൈഫ് പറയുന്നത്. എൻ്റെ പേര് ജൂലിയൻ, ഞങ്ങൾ അബുദാബിയിലാണ്. ഇച്ചായൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഒരുപാട് നാളായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. ഞങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് കുഞ്ഞിനെ ലഭിച്ചത്. രണ്ടാമത്തെ ആൾ ആയതിന് 6 വർഷത്തിന് ശേഷമാണ് ഇപ്പം ഈ കുഞ്ഞിനെ ലഭിച്ചിരിക്കുന്നത്. ഞങ്ങൾ ദിവസവും ഉടമ്പടി തൈലവും അതുപോലെ തന്നെ ഉപ്പും രാവിലെ മെഴുകുതിരി വെച്ച പ്രാർത്ഥനകളും എല്ലാം ചൊല്ലുമായിരുന്നു. അതുപോലെ ഡെയിലി കുടുംബ പ്രാർത്ഥനയിൽ പ്രത്യേകം നിയോഗവും മാതാവിനും കൃപാസന മാതാവിനും അർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ത്രൂ ഔട്ട് പ്രഗ്നൻസി ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഇവരുടെ 2 മൂത്തവരുടെ 2 പേരും സിസേറിയൻ ആയിരുന്നു. സിസേറിയൻ ആയിരുന്നത് കൊണ്ട് തന്നെ മൂന്നാമത്തതും സിസേറിയൻ ആയിരിക്കും എന്നുള്ളത് എനിക്കറിയായിരുന്നു. ഞാൻ മെഡിക്കൽ ഫീൽഡ് തന്നെയാണ്, ഇൻഫെക്ഷൻ കൺട്രോളറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കറിയായിരുന്നു മൂന്നാമത്തതും സിസേറിയൻ ആയിരിക്കുമെന്ന്. പക്ഷേ ഇത്രയും കോംപ്ലിക്കേഷൻസ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. ആദ്യത്തെ മന്തിൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആസ്മ ഉണ്ടായിരുന്നു. എനിക്ക് ആസ്മയൊന്നും നേരത്തെ ഇല്ലായിരുന്നു, അപ്പോൾ ആസ്മാറ്റിക്കായി. പിന്നെ വീണ്ടും 2 സിസേറിയൻ കഴിഞ്ഞതിൻ്റെ മൂന്നാമത്തേതായപ്പോഴേക്കും പ്ലാസൻ്റ ലോ ലൈയിങ് ആയി, അതുപോലെ പ്ലാസൻ്റ അറ്റാച്ചായി, ബ്ലാഡറിനോട് അറ്റാച്ചായി, അങ്ങനെ കോംപ്ലിക്കേഷൻസ് എല്ലാം വന്നു. ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പം ഞാൻ അവിടെയൊക്കെയാണ് കാണിച്ചിരുന്നത്. പക്ഷേ അവർ പറഞ്ഞു ഗവൺമെൻറ് ഹോസ്പിറ്റൽ, അവിടെ കോർണിഷ് എന്ന് പറഞ്ഞ അബുദാബിയിലുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് അവർ റെഫർ ചെയ്തു. അവിടെ ചെന്നപ്പോഴേക്കും അവർ പറഞ്ഞു എത്രയും പെട്ടെന്ന് സർജറി ചെയ്ത് കുഞ്ഞിനെ എടുക്കണം. അപ്പോൾ 8 മാസത്തിൽ തന്നെ അവനെ എടുക്കേണ്ട വന്നു.
അപ്പം അവർ കോംപ്ലിക്കേഷൻ മൂന്നാമത്തത് സിസേറിയൻ ആയതുകൊണ്ടും യൂട്രസും ബ്ലാഡറും അറ്റാച്ച് ആയതുകൊണ്ടും യൂട്രസ് റിമൂവ് ചെയ്യണം, അബ്ഡോമിനൽ ഹിസ്റ്ററക്ടമി എന്ന് പറഞ്ഞ് യൂട്രസ് റിമൂവ് ചെയ്യണം എന്നുള്ളത് അവർ കൺസെൻറ്റ് എഴുതി മേടിപ്പിച്ചു. ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, എന്ത് ചെയ്യും. അപ്പോൾ ഇച്ചായൻ പറഞ്ഞു, എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്, എന്തിനാണ് നമ്മൾ വിശ്വാസം നമ്മുടെ കൂടെ ഉണ്ട്, നമ്മൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്, മാതാവിൻ്റെ കയ്യിൽ കൊടുക്കുക. ഞാൻ വിചാരിച്ചു ശരിയാ, നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്, നമ്മുടെ പ്രൊട്ടക്റ്റീവ് ലെയറാണ് മാതാവ്, നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ കൂടെ സംസാരിക്കുന്നുണ്ട്, നമ്മുടെ കൂടെ ഉണ്ട്, നമ്മൾ ഒന്നിനെപ്പറ്റിയും ടെൻഷൻ അടിക്കേണ്ട, മാതാവിന് വിട്ടുകൊടുക്കുക. ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഉടമ്പടി തൈലം നെറ്റിയിൽ വെച്ചും ദിവസവും ത്രൂ ഔട്ട് പ്രഗ്നൻസിയും വയറിൽ തേച്ചും പ്രാർത്ഥിക്കുമായിരുന്നു. എന്തൊക്കെ ടെൻഷൻസും എന്തൊക്കെ ഇത് വരുമ്പോഴും വിശ്വാസം ഞങ്ങൾ കൈവിട്ടില്ല, ഞങ്ങൾ മുറുകെ പിടിച്ചു. ഞങ്ങൾക്ക് ദൈവം, ഞങ്ങൾക്ക് ഈശോയും മാതാവും ഞങ്ങൾക്ക് വലിയ കാര്യങ്ങളാണ് ചെയ്തു തന്നിരിക്കുന്നതെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ കുഞ്ഞിനെയും ഞങ്ങൾ ആക്ച്വലി 2 പിള്ളേർ കഴിഞ്ഞിട്ട് ഈ മൂന്നാമത്തെ കുഞ്ഞിനെ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തില്ല. ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡായിട്ട് ദൈവം തന്നിയ വലിയ അനുഗ്രഹമാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. കൃപാസന മാതാവിന് പ്രത്യേകം നന്ദി പറയുന്നു. ഞങ്ങൾ ത്രൂ ഔട്ട് ലൈഫ് ഞങ്ങൾക്കറിയാവുന്ന എല്ലാവരോടും ഞങ്ങളിത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ വർക്കിംഗ് പ്രൊമൈസിൽ മാത്രമല്ല, ഞങ്ങളുടെ റിലേറ്റീവ്സിന്, പള്ളിയിലും ഞങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ള എല്ലാവരോടും ഞങ്ങളിത് ഈ സാക്ഷ്യം ഞങ്ങൾ മുന്നോട്ടും പത്രം ഞങ്ങൾ ഓൾറെഡി ഫസ്റ്റ് ഉടമ്പടി എടുത്തപ്പോൾ തന്നെ പത്രം ഞങ്ങൾ അബുദാബിയിൽ മുസ്തഫ ചർച്ചിൽ ഞങ്ങൾ ഓൾറെഡി ഇത് കൊടുത്തായിരുന്നു. മലയാളം ഇതിലാണ് കൊടുത്തത്. ഞങ്ങൾ മുന്നോട്ടും അത് ഫോർവേഡ് ചെയ്ത് എല്ലാവർക്കും ഇത് ചെയ്യും. അതുപോലെ തന്നെ വരുന്ന സാക്ഷ്യങ്ങളെല്ലാം ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാറുണ്ട്. നമ്മൾക്ക് ടച്ച് ആകുന്നത്, ഞങ്ങൾ ഈ വിശ്വാസത്തിലോട്ട് വന്നത് ഞങ്ങൾ ഇവിടുത്തെ ഈ സാക്ഷ്യങ്ങൾ കേട്ടിട്ടാണ്. ഞങ്ങൾ ശരിക്കും ഞങ്ങൾ ഇത്രയും അടുത്തായിട്ട് പോലും, ഞങ്ങൾ മുഹമ്മ ഇവിടുന്ന് 2-3 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ ഉടമ്പടി എടുത്തത് 2025-ലാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 14 വർഷമായി. പക്ഷേ ഞങ്ങൾക്ക് ആ വിശ്വാസം ഇവിടെ വന്നിട്ട് ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേട്ട് ഞങ്ങൾക്കറിയാം മാതാവ് നമ്മുടെ ഇടയിലുണ്ട്, ഞങ്ങളോട് സംസാരിക്കുന്നുണ്ട്, നിങ്ങളോട് എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്. അതുപോലെ മാതാവ് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ ഈശോയും ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഡെയിലി ഫിനാൻഷ്യലായിട്ട് ഞങ്ങൾ നമ്മളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് വഴി നമ്മളോട് സഹായങ്ങൾ ചോദിച്ചിട്ടുള്ള എല്ലാവർക്കും നമ്മൾ സഹായം ഇത്, അതുപോലെ തന്നെ അവിടെയാണേലും മുസഫ ഇതിലാണേലും നാട്ടിലാണെങ്കിലും ഫ്രണ്ട്സ് കൂടി വന്ന് ആരെങ്കിലുമൊക്കെ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും നമ്മളിത് ചെയ്യുന്നുണ്ട്. മുന്നോട്ടും അത് തന്നെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യും. അതുപോലെ ഡെയിലി ഞങ്ങൾ കുടുംബ പ്രാർത്ഥന, ഇച്ചായൻ രാവിലെ എന്നും പള്ളിയിൽ പോയിട്ടാണ് ഡ്യൂട്ടിക്ക് കയറുന്നത് തന്നെ. ഞാനും എല്ലാ ദിവസവും രാവിലെ ഓഫീസിൽ ചെന്നിട്ടാണെങ്കിലും സിസ്റ്റത്തിൻ്റെ താഴെ മാതാവിൻ്റെ ചെറിയ രൂപമുണ്ട്. മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടല്ലാതെ ഒരു ദിവസം പോലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങൾക്കറിയാവുന്ന എല്ലാവരോടും ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ പങ്കുവെക്കും. ഞങ്ങൾ വിശ്വാസത്തിൽ കണ്ടിന്യൂ ചെയ്യും. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ വിശ്വാസത്തിൽ വളർത്തും. താങ്ക് യു. ജപമാല ഡെയിലി ഞങ്ങൾ ജപമാല ഡെയിലി ചൊല്ലാറുണ്ട്. അതുപോലെ തന്നെ രാവിലെ ഇൻഡിവിജ്വലായിട്ട് ചായന് ഞങ്ങൾ രണ്ടുപേരും രണ്ട് ഡിഫറെൻറ്റ് വർക്ക് പ്രൊമൈസിലായതുകൊണ്ട് രണ്ടുപേരും ബൈബിൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൈകിട്ട് കുടുംബ പ്രാർത്ഥനയിൽ പിള്ളേരെ കൊണ്ടും വായിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ അവരോട് ബൈബിൾ വായിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ലിസൺ ചെയ്തോന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി. ഡെയിലി ബ്രെഡ് കാണാറുണ്ട്. അതുപോലെ തന്നെ ധ്യാനം, ട്യൂസ്ഡേയ്സിൽ വരുന്ന ധ്യാനത്തിൻ്റെ ഇതും കേൾക്കാറുണ്ട്. ഞങ്ങൾക്ക് നൽകിയ വലിയ അനുഗ്രഹത്തിന് ഞങ്ങൾ ഈശോയോടും കൃപാസന മാതാവിനോടും അങ്ങേയറ്റം നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. മാതാവ് ഈശോ വഴി നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലുടനീളം ഞങ്ങൾ ഈശോയ്ക്കും മാതാവിനോടും കടപ്പെട്ടിരിക്കുന്നു. താങ്ക് യു. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. സങ്കീർത്തനം 139:16 വചനമാണ്. ദൈവം നമ്മെ സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ നമ്മെ അറിയുകയും നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ ആരുടെയും ജനനം യാദൃശ്ചികമല്ല, ദൈവത്തിൻ്റെ കൃത്യമായ പദ്ധതിയുടെ ഭാഗമായിട്ടാണ്
ഇന്ന് ഈ കുടുംബം പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയ്ക്ക് നന്ദി പറയുകയാണ്. 6 വർഷത്തിന് ശേഷമുണ്ടായ കുഞ്ഞാണ് ഇമ്മാനുവൽ. ഈ മകന് ജന്മം നൽകുന്നതിന് മുൻപ് തന്നെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈശോയും അമ്മയും തന്നെ കാണിച്ചു കൊടുത്ത ഒരു പേരാണ് ഇമ്മാനുവൽ. ഈ അച്ഛനും അമ്മയും ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ യൂട്യൂബിൽ മെസ്സേജ് കണ്ടപ്പോൾ അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അതിന് ശേഷം വന്ന ഒരു സാക്ഷ്യം ഇമ്മാനുവൽ എന്നൊരു വ്യക്തിയുടേതായിരുന്നു. അപ്പോൾ തന്നെ ഒരു അടയാളം അവർക്ക് കിട്ടിക്കഴിഞ്ഞു. പിന്നീട് ഓരോ കൃപാസനത്തിലെ യൂട്യൂബ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് തന്നെ മൊബൈലിൽ ഇമ്മാനുവൽ എന്ന ഒരു പേര് വരികയും അവിടെ ഒരു കൺഫർമേഷനായിരുന്നു, ഇവർക്ക് ജനിക്കുവാൻ പോകുന്ന കുഞ്ഞിൻ്റെ പേര് പണ്ടെങ്ങോ ആഗ്രഹിച്ച ഒരു പേരാണ് ഇമ്മാനുവൽ, ആ പേര് തന്നെ നൽകാമെന്ന്. അങ്ങനെയാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത്. 11-ാം തീയതി ജാനുവരിയിലാണ് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് ജാനുവരി, ഫെബ്രുവരി, മാർച്ച് 11 ഈ മകൾ കൺസീവ് ആവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് അമ്മയ്ക്ക് നന്ദി പറയുന്നത്. അമ്മയുടെയും ഈശോയുടെയും വലിയൊരു അനുഗ്രഹമാണ്, അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ലഭിച്ച അനുഗ്രഹമാണ് ഈ കുഞ്ഞ് ഇമ്മാനുവൽ. ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോഴാണ് അവർ പറഞ്ഞതുപോലെ എല്ലാ കാരുണ്യ പ്രവൃത്തികളും നിബന്ധനകളനുസരിച്ചാണ് പാലിച്ചത് ഉടമ്പടി മക്കൾ. കൃപാസനം അമ്മയുടെ തട്ടിൽ തന്നെയുള്ള ഈ മക്കളാണ്. പക്ഷെങ്കിൽ ഒരാവശ്യ നേരത്തെ ആരോ പറഞ്ഞു കൊടുത്തു കൃപാസനത്തെപ്പറ്റിയും നിയോഗങ്ങളെപ്പറ്റിയും. പിന്നീട് യൂട്യൂബ് വഴിയാണ് ഈ മക്കൾ കൃപാസനത്തെപ്പറ്റി കൂടുതൽ അറിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് കൃപാസനം യൂട്യൂബ് മറ്റുള്ളവർക്ക് പങ്കുചേർന്നുകൊണ്ട് നമ്മൾ യൂട്യൂബിൽ കൂടെ അറിഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് യൂട്യൂബ് അയച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കൃപാസനം അമ്മയെപ്പറ്റി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ ഒഫീഷ്യൽ ചാനലായ FRVP ജോസഫ് കൃപാസനം എന്ന ചാനലിൽ കൂടിയാണ് സാക്ഷ്യങ്ങൾ കേൾക്കുകയും മറ്റുള്ളവർക്ക് പങ്കു ചെയ്യുകയും ചെയ്തത്. അത് ഞാൻ കൃപാസനത്തെപ്പറ്റി അറിഞ്ഞ യൂട്യൂബിൽ കൂടിയാണ്. അതുകൊണ്ട് കൂടുതൽ യൂട്യൂബ് വഴിയാണ് അറിയാത്തവരെ അറിയിക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും ഈ മക്കൾ ശ്രമിച്ചത്. പിന്നീട് ഡ്യൂറിങ് ദ പ്രഗ്നൻസി ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് വറി ചെയ്തപ്പോഴും ടെൻഷനായിരുന്നപ്പോഴും വൈഫ് പറഞ്ഞു കൊടുത്തത് നമ്മൾ ഉടമ്പടിയിലാണ്, നമുക്ക് എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടെന്നാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഈശോയുടെ അമ്മയുടെയും സംരക്ഷണം ഉറപ്പാണ്. ആ ദൈവ സാന്നിധ്യമാണ് നമുക്ക് ഉറപ്പുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടി മക്കൾക്ക് യാതൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്തു തന്നെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായാലും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം നമ്മളെ വിശ്വാസത്തിൽ ഉറച്ചു നിർത്തും. അതുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. അതുകൊണ്ട് തന്നെയാണ് എല്ലാം ഭംഗിയായിട്ട് തന്നെ ആ പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെ നടുവിലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ഇവർക്ക് സാധിച്ചത് ഞാൻ ഉടമ്പടിയിലാണ് എന്ന വിശ്വാസമാണ്. ഉടമ്പടിയിൽ എന്ത് പ്രശ്നം വന്നാലും ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. ജനനത്തിന് മുമ്പേ നമ്മെ അറിയാവുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതവും നമുക്ക് സമർപ്പിക്കാം. കൃപാസനം അമ്മ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നമ്മെ മുന്നോട്ട് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആൻഡോ സക്രിയയ്ക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹം, പ്രത്യേകിച്ചും ഈ കുഞ്ഞു ബാവ ഇമ്മാനുവലിന് നൽകിയ അനുഗ്രഹത്തിന് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.